ഓരോ ബിസി ഡേയ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്ക് കുടിച്ചിട്ടായാലോ? എന്നാൽ അതിന് പറ്റിയൊരു അടിപൊളി സീഡിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. ഈ അടുത്ത കാലത്ത് എൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായി മാറിയ ഹാലിം സീഡ്. തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് 2 ടീസ്പൂൺ ഹാലിം സീഡും 1 ഗ്ലാസ് മിൽക്കും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് കുടിക്കാം. അപ്പോൾ ഹാലിം സീഡ് ആദ്യം വെള്ളത്തിൽ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഹാലിം സീഡ് നമ്മുടെ ലൈഫിൽ സ്ഥിരമാക്കി കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും ഒരുപാട് പേരുണ്ട് അനീമിയ ആയിട്ടും അതേപോലെ ഇറഗുലർ പീരീഡ്സിൻ്റെ പ്രശ്നമായിട്ടും നമ്മുടെ ബോണിന് സ്ട്രെങ്ത് ഇല്ലാതെ അതേപോലെ ടയർഡ്നെസ് എല്ലാം കൊണ്ടും സഫർ ചെയ്യുന്ന ആൾക്കാർ അവർക്കത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഡെയിലി ഇത് കഴിക്കുന്നത് ഒരുപാട് നന്നായിരിക്കും. മെയിൻലി നമ്മൾ അമ്മമാരെ കാര്യം നോക്കിയാൽ തന്നെ അവരുടെ ഒരു ഡേ ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ ലൈഫ് സ്റ്റൈലിൽ നല്ല ഇമ്പ്രൂവ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അമ്മമാർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരിക്കലും മറക്കരുത്, വിട്ടുപോകരുത്. ബിക്കോസ് ഹാലിം സീഡ് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻ, അയൺ, ഫൈബർ ആൻഡ് കാൽഷ്യം ആൻഡ് വൈറ്റമിൻ എ, സി ആൻഡ് ഇ. അപ്പോൾ ഈ ഒറ്റൊരു ഡ്രിങ്ക് നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? അപ്പോൾ ഞാനിവിടെ തലേദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ഹാലിം സീഡ് കുറച്ച് വെള്ളത്തിലും ടേസ്റ്റിന് ഇച്ചിരി ഏലക്ക പൊടിച്ചും കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കുക്കായി വന്നാൽ അതിലേക്കൊരു മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കാം. പിന്നെ കുടിക്കുന്ന സമയത്ത് മാത്രം ജാഗരി ചേർക്കാൻ പാടുള്ളൂ. പാലിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യാനുസരണം ഗ്ലാസ്സിലേക്ക് ജാഗരി എടുത്തതിന് ശേഷം ഈ ഡ്രിങ്ക് കുടിക്കാം. അപ്പോൾ ഇനി നമുക്കിതിനൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കി മാറ്റി നോക്കാം. അതായത് രാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് ഇതിന് നമ്മൾ കുറച്ച് ഓട്സ് വേവിച്ചെടുത്തതിന് ശേഷം, അതായത് പാല് ചേർത്തിട്ട് ഓട്സ് വേവിച്ചെടുക്കുക, അതിലേക്ക് ഈ ഡ്രിങ്കും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഹെൽത്തി ആയിട്ടുള്ള നട്ട്സും ഡേറ്റ്സും ഇപ്പോൾ ഫ്രൂട്ട്സ് തുടങ്ങി എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു മിക്സ് ആയിട്ടുള്ളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും കൂടി ആക്കിയിട്ട് നമുക്കിത് മാറ്റാം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് അത്തിപ്പഴവും ഈത്തപ്പഴവും ബദാമും എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇച്ചിരി ഹണിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷുഗർ വേണം നിർബന്ധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ജാഗരീനെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റൊമക്ക് ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂ ഇയർ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.